നമസ്കാരം. സുനിത കുക്കോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് പനീർ വീട്ടിലുണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ അറിയുന്നത് ഒരുപാട് പേരുണ്ടാവും, അറിയാത്തവരായിട്ടും ഒരുപാട് പേരുണ്ട്. എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് പനീർ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പല പ്രാവശ്യമായിട്ട് ഇത് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇപ്പോഴാണ് സമയം സന്ദർഭമൊക്കെ ഒത്തുവന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇതെങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതെ, ഒരു 2.5 ലിറ്റർ ഉണ്ട് ഈ പാല്. ഇത് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം ഇതിൻ്റെ അടിയിൽ ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പനീറിൻ്റെ ആ കരിഞ്ഞ് പിടിച്ച് അത് ഇതിലെ കൂടെ കാണാനുണ്ടാവും പനീറിൽ. അപ്പോൾ അത് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല. കഴിക്കുന്ന സമയത്തും ചിലപ്പോൾ ഒരു അരുചിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇപ്പൊ പാലിതാ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. കൂടെ ഒന്ന് അടിയിൽ പിടിക്കുന്നുണ്ടോന്ന് ശ്രദ്ധിച്ചിട്ട്. ഇതിപ്പം ലോ ഫ്ലെയിമിലല്ല, ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതാ ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി നമുക്കിതിലേക്ക് നാരങ്ങ നീരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി ഒഴിച്ചും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന നാരങ്ങ നീരിന് ഒരു പ്രത്യേക അളവ് ഞാൻ നോക്കാറില്ല കേട്ടോ. ഇതിപ്പോൾ ഒരു 6 നാരങ്ങയുടെ നീരാണ്. നമുക്കിത് കുറേശ്ശെ ഒഴിച്ച് നോക്കാം. അത് പോരാ, കണ്ടോ. ഇത് നല്ല കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നാരങ്ങാനീര് ഇത് പാകമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇപ്പം കണ്ടോ ചെറിയ രീതിയിൽ ഇതൊന്ന് പിരിഞ്ഞു വന്നിട്ടുള്ളൂ. ഇതറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാലിൻ്റെ കളർ ഉണ്ടല്ലോ, അത് ഇതിൽ നിന്ന് മാറുന്ന വെള്ളം അതൊരു ലൈറ്റ് ഗ്രീൻ കളറായിട്ട് മാറും. അതുവരെ നമ്മൾ ഈ നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം. ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കിയ സമയത്തും ഇത് ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം അത് മറ്റൊന്നുമല്ല, നാരങ്ങ നീര് കുറഞ്ഞു പോകുന്നതാണ് അതിൻ്റെ കാരണം, അല്ലാതെ മറ്റൊന്നും ഇതിൽ നമുക്ക് അറിയാനായിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും ബാക്കിയിരുന്ന നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പം കണ്ടോ, ആ നാരങ്ങ ആ പാലിൻ്റെ പാലിൽ നിന്ന് മാറിയ വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ കളർ കണ്ടോ, ഒരു ലൈറ്റ് ഗ്രീൻ, ഒരു ലൈറ്റ് യെല്ലോ, ആ ഒരു രീതിയിലോട്ട് മാറിയിട്ടില്ലേ. ഇതാണ് നമ്മുടെ ഈ പനീറിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഒരു വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കാം. അത് ഞാൻ ഇവിടെ വെച്ച് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇത് ചൂടല്ലേ, അവിടെ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിനുള്ളൊരു പറ്റത്തില്ല അവിടെ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഇനി ഇത് അരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. സെറ്റായതിനു ശേഷം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. പാലും വെള്ളവും കൂടെ തമ്മിൽ മാറി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി ഇതുപോലെ ഒരു ഹോളുള്ള പാത്രത്തിൻ്റെലേക്കാണ് ഞാനിത് വെക്കുന്നത്, ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ അടിയിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ. എന്നിട്ട് നമ്മൾ ഈ ചുരുട്ടി വെച്ചിരിക്കുന്ന ആ ഒരു പാടുണ്ടല്ലോ, അത് നമ്മുടെ പനീറിൽ ആ ഒരു ഡിസൈനായിട്ട് ഇരിക്കും കേട്ടോ. അത് വരാതിരിക്കണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളതൊന്ന് മടക്കി വെച്ച് കൊടുക്കണം. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, അതിനുള്ള സമയമില്ല ഇപ്പോഴും. ഇനി നല്ലൊരു വെയിറ്റ് എടുത്ത് ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കണം. ഇനി പ്രത്യേക ഒരു സമയമൊന്നുമില്ല. ഞാൻ ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ ബാക്കി ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അത് കുറച്ച് ലേറ്റ് ആയിപ്പോയെന്ന് പറഞ്ഞും കുഴപ്പമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആ തുണി നമ്മൾ ചുരുട്ടി വെച്ചില്ലേ, അതിൻ്റെ ഒരു പാട്. അത് കുഴപ്പമില്ല, അത് നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങ് മാറ്റാം. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം. അപ്പം ഇത് ഒന്ന് നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് 4 സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഞാൻ സാധാരണ ഇതിൽ അങ്ങനെ ഒന്നും കട്ട് ചെയ്യാറില്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ.
നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടതനുസരിച്ചിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പനീറൊക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല വിലയാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്കിതുപോലെ കുറച്ച് പനീർ ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരു 6 മാസമൊന്നും അല്ല ഇതിരിക്കുന്നത്. എത്ര നാൾ വരണം. പക്ഷെ ഫ്രീസറിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ അത്ര നന്നായിട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ അത്ര കറക്റ്റ് ഒരേ വലിപ്പത്തിലൊന്നും അല്ല കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നിന്ന് മാറ്റിയിട്ട് നമുക്കിത് മയോണൈസ് ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ, കുഞ്ഞു കുഞ്ഞു പീസുകൾ നമുക്ക്. അപ്പോൾ നമ്മൾ പനീറൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി ഞാനത് ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് 2 എണ്ണത്തിലാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു നേരത്തേക്ക് എനിക്ക് ഈ ഒരു കണ്ടെയ്നറിലും മതിയാവും. ചിലപ്പം കൂടുതൽ നമുക്ക് വേറെ ആളെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഇത് തികയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരെണ്ണം കൂടി എടുക്കും ഞാൻ. അപ്പം എല്ലാം കൂടെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ നമ്മളത് എടുത്ത് പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ പോയി. അപ്പോൾ അതിന് വേണ്ടല്ലോ, ആവശ്യത്തിന് എടുത്താൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞാനിതുപോലെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് 6 എണ്ണത്തിൻ്റെ സെറ്റായിരുന്നു. അപ്പോൾ അതിലേക്ക് ആക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് മയോണൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ